വലി വുജൂബി സക്കാത്തിൽ മാഷിയത്തി ഷർത്താനി. സക്കാത്തുൽ മാഷിയത്ത് നിർബന്ധമാകാൻ രണ്ട് ഷർത്തുകളുണ്ട്. അതാണ് നമുക്കിന്ന് പറയാനുള്ളത്. സക്കാത്ത് ഫീമ കമ ഫിൽ മറദി ഷർത്താനി അഹദൂമ മുളിയുൽ ഹൗലി ഫി മിൽക്കിഹി. അവൻ്റെ ഉടമസ്ഥതിന് ആയ അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യണം? ഒരു കൊല്ലം കഴിയണം. റബാ ഉദാവുദ വയറുഹു ഹദീസ് ലാ സക്കാത്ത ഫീ മാലിൻ ഹത്ത യഹൂല അലൈഹിൽ ഹൗലു. ഒരു സമ്പത്തിലും സക്കാത്തില്ല അതിലെ ഒരു വർഷം തികയുന്നത് വരെ. ലാക്കിൻ മാ നത്തജ മിൻ നിസാബി സക്കാ ബിഹൗലിഹി. പക്ഷേ ഒരു നിസാബ് എത്തിയതിൽ നിന്ന് ഉണ്ടായ പുതിയ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് 40 ആടുണ്ടായിരുന്നു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ, പിന്നെ കൊല്ലത്തിൻ്റെ അവസാനം ആയപ്പോഴത്തും ഒരു 45 ആടുകൾ, ഒരു 5 ആട് ആ കൊല്ലം പ്രസവിച്ചായിരിച്ചോളി. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ആ നിസാബിൻ്റെ ആ ഹൗലനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഈ നിസാബി ഹൗലി പറഞ്ഞാൽ നിസാബിൻ്റെ ഹൗലനുസരിച്ച് അതിന് സക്കാത്ത് കൊടുക്കണം. ബിയം ഉജിത ഫീ മാ മുഖത്തലി സക്കാത്തി മിനൈസുൽ അതത്. കാരണം അതിലെന്തുണ്ട്? സക്കാത്തിനുള്ള മുഖത്തലി ആയിട്ടുള്ള നിസാബ് എന്നുള്ള സംഗതി അതിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എണ്ണ പ്രകാരം. അതുകൊണ്ട് തന്നെ അതിന് സക്കാത്ത് കൊടുക്കണം. നക്കമ്യാദി ഷാത്തിൻ നത്തജമിന അഹിദ വയസ്സറോന ഫതജിബു ഷാത്താനി. ഇപ്പം 100 ആടുണ്ടായിരുന്നു അവൻ്റെ അടുത്ത്. ആ സമയത്ത് ആ കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 21 ആടുകൾ ആഡായി. അതായത് 21 ആടുകൾ പുതിയതായിട്ട് വന്നു, പ്രസവിക്കപ്പെട്ടു അർത്ഥം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2 ഷാത്തുകൾ നിർബന്ധമാണ്. അതേമാതിരി തന്നെ 40 ഷാത്താണ് ഉണ്ടായിരുന്നത്. ഒക്കെ 40 ഷാത്തിൻ വലതത്ത് 40 സുമ മാത്തത്ത് വത്തമ്മ ഹൗലുക അലൻ നിത്താജി ഫതജിബു ഷാത്തുൻ. അപ്പം 40 ആട്, അങ്ങനെ എന്ത് 40 ആടുകൾക്ക് 40 കുട്ടികളുണ്ടായി. പിന്നെ എന്ത് ചെയ്തു? സുമ മാത്തത്ത് എന്താണ് ഇവരൊക്കെ എന്ത് ചെയ്തു? ഉമ്മമാരൊക്കെ മരിച്ചു. തമ്മ ഹൗലുഹ അലൻ നിത്താജി. എന്നിട്ട് ആ ഉമ്മമാരുടെ ഹൗൽ തന്നെയാണ് എന്ത് ചെയ്ത് പൂർത്തിയായത്. പക്ഷേ നിത്താജിമലാണ് പൂർത്തിയായത്, അതായത് കുട്ടികളുടെ അടുത്താണ് പൂർത്തിയായത്. അങ്ങനെയാണെങ്കിൽ ഒരു ആട് കൊടുക്കണം. മനസ്സിലായിണ്ടാവും. ആദ്യം 40 ആടുകൾ ഉണ്ടായിരുന്നു. അതിന് 40 ആടുകൾക്ക് കുട്ടികൾ ഉണ്ടായി. അത് കുട്ടികൾ ഉണ്ടായതിന് ശേഷം തള്ളകൾ ചത്തുപോയി. അതിൻ്റെ ശേഷം ഈ കുട്ടികളുടെ ഇതിനനുസരിച്ച് കുട്ടികളുടെ തള്ളകളുടെ കണക്കനുസരിച്ച് ഒരു കൊല്ലം പൂർത്തിയായത് അലൻ നിത്താജി എന്നാൽ കുട്ടികളുടെ മേലെ, അതായത് അവിടെ അപ്പം ആ സമയത്ത് അവിടെ കുട്ടികളെ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാത്ത് നിർബന്ധമാണ്. വക്കീല ഇഷ്ടത്ത് ബക്കാവ് ഷെയ് ഉമ്മിനൽ ഉമ്മഹാത്തി വലോ വാഹിദ. അപ്പോൾ അവിടെ ഒരു കീലുണ്ട്, ഏതെങ്കിലും ഒരു ഉമ്മയൊക്കെ ബാക്കിയാകണം. ഒന്നെങ്കിലും ഒലോ വാഹിദ. ഷെയ് ഉമ്മിനൽ ഉമ്മഹാത്ത് അവിടെ ബാക്കിയാകണം, ഒലോ വാഹിദ ഏതെങ്കിലും ഒന്നെങ്കിലും, അങ്ങനെ ഒരു കീല. പക്ഷേ അത് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യണം? അത് സക്കാത്തിന് ഒന്നും ബാക്കിയായില്ല, പക്ഷെ 40 കുട്ടികളാണെങ്കിലും എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. വല്ല അസുലുഫി ദാലിക്കമാ റവ മാലിക്കും ഫിൽ മോത്തേനും അവൻ ഉമർ റളിയല്ലാഹു അൻഹു കാല ലിസായി എഴുത്തദ്ദ അലൈഹിം ബിസ് സഹല. കുട്ടികൾ അപ്പോൾ അത് ആണിനും പെണ്ണിനൊക്കെ പറയും. വൈവാഫിക്കുഹു, അപ്പോൾ അതിനോട് യോജിക്കുന്നുണ്ട്. അന്നൽ മാനാഫി ഇസ്തിറാത്തിൽ ഹൗല് ഷർത്താക്കിനോടത്തുള്ള അതിൻ്റെ ആശയം എന്താ വെച്ചാൽ യസുലൻ നമാവു വൻ നിതാജു നമാവുൻ അലീമൻ. നമാവുനും നിതാജിനൊക്കെ ഒരു ഉയർന്നതായിട്ടുള്ള ഒരു ഇതുണ്ടാവുക, ഒരു മുന്നേറ്റം ഉണ്ടാവുക. അപ്പോൾ ഫതത്തബിഉൽ ഉസൂല, ആ ഒരു മുന്നേറുന്ന ആ ഒരു നിതാജ് എന്ത് ചെയ്യുന്നു? ഹൗലിൻ്റെ വിഷയത്തിൽ അവരുടെ ഉമ്മമാരോട് ചേരുന്നു, അസ്ലുകളോട് ചേരുന്നു. വൈ മാത്തത്ത് ഫീഹി, ഉമ്മമാർ മരിച്ചാലും ഫീഹി ആ ഹൗലിൻ്റെ ഇടയിൽ. ഒമാ നത്തജ മിൻ ദൂനി നിസാബില്ലാത്തതിൻ്റെ കുട്ടികൾ. ഇപ്പോൾ ഒരു 20 ആടുള്ളൂ, നിസാബ് ആയില്ല, 40 ആടാവണ്ടേ. അപ്പോൾ അതിൻ്റെ കുട്ടികൾ ബലാഗ നിബിഹി നിസാബ്, അങ്ങനെ കുട്ടികൾ ഉണ്ടായാണ്ട് എന്ത് ചെയ്യും? അപ്പോൾ 20 ആടുണ്ടായി, അതിനകത്ത് 20 കുട്ടികളുണ്ടായി, അപ്പോൾ ടോട്ടൽ 40 ആയല്ലോ. അപ്പോൾ എബുദ ഓലോമിൻ ഹീനി ബുലുഹി, അപ്പോൾ അത് മുതലാണ്, അതായത് നിസാബ് 40 എണ്ണ എത്തിയില്ലേ, അത് മുതലാണ് അവർക്ക് എന്ത് ചെയ്യുക? സക്കാത്ത് നിർബന്ധമാകും. ഒക്കെ തക്കറവ് ഫിൽ മാറി. അപ്പോൾ ആ 40ാമത്തെ കുട്ടി ജനിക്കലോട് കൂടെയാണ് എന്ത് ചെയ്യുക? അവർക്ക് അത് മുതൽ കൊല്ലം തുടങ്ങുള്ളൂ അർത്ഥം. അതാണ് എബുദ ഹൗലുഹു മിൻ ഹീനി ബുലുഹി ഒക്കെ തക്കറവ് ഫിൽ മാറി. പിന്നെ വലാ ഉളമ്മുൽ മംലൂക്ക് ബി ശിറായ വരി കഹിബത്തി ഇർസിൻ ഇലാമ ഇൻദഹു ഫിൽ ഹൗലി ലഅന്നഹു ലൈസ ഫീ മാന നിതാജി വ ളമ്മ ഇലൈഹി ഫിൻ നിസാബി. അപ്പം ഈ വലാ ഉളമ്മു ചേർക്കപ്പെടൂലാൽ മംലൂക്ക് ബി ശിറായ വരി കഹിബത്തിനോ ഇർസിൻ. ഇപ്പം നമുക്ക് ഹിബത്ത് കിട്ടിയ അല്ലെങ്കിൽ അനന്തരം കിട്ടിയത്
അതേമാതിരിയുള്ളതൊന്നും ഹൗലിക്ക് ചേർക്കാൻ പറ്റൂല. ഹൗലിക്ക് ചേർക്കാൻ അതായത് അത് അതിൻ്റെ ഇടക്ക് വന്നു അല്ലിയന്നോ ലേസഫി മാനൻ നിത്താജി അതാ നിത്താജിൻ്റെ പോലല്ലല്ലോ വേറെ നമ്മൾ പുതിയ വാങ്ങണത്. വയം ലുമ്മയിലെ നിസാബി നിസാബിൻ്റെ വിഷയത്തിൽ അതിലേക്ക് ചേർക്കണുണ്ടെന്നുണ്ടെങ്കിലും അത് ഈ ഹൗലിൽ എന്താവില്ല അങ്ങനെ ചേരൂല. മിസാലോ മലക്ക സലാസീന ബക്കറ സിത്തത്ത് അഷ്വർ ഓൻ്റെ അടുത്ത് 30 പശു ഉണ്ടായിരുന്നു 6 മാസം. സുമസ്തറാശന പിന്നെ അവന് 10 പശുവിനും കൂടി വാങ്ങി. ഫാലേ ഇന്ത് തമാമി കുല്യ ഓലിൻ ലിൽ അഷരി റുബോ മുസിന്ന വൈന്ത തമാമിൽ ഔലിൽ അവലിൽ സലാസീന തബിയോൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ കൊല്ലം കഴിയുമ്പോഴും എന്ത് അവനക്ക് ഒരു മുസിന്നത്തിൻ്റെ റുബോ അല വൈന്ത തമാമി കുല്ലി ഹൗലിൽ ലിൽ അഷരി ആ 10 ഇല്ലേ രണ്ടാമത് 10 വാങ്ങിയില്ലേ അതിൻ്റെ ഓരോന്നും കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഓനൊരു മുസിന്നത്തിൻ്റെ 1/4 കൊടുക്കേണ്ടി വരും. പിന്നെ വൈന്ത തമാമിൽ ഔലിൽ അവലി ഒന്നാമത്തെ അതായത് ആദ്യം അവന് 30 പശു ഉണ്ടായിരുന്നത് ആ സമയത്ത് അവൻ എന്ത് ചെയ്യണം ലി സലാസീന തബിയും സലാസീനൊരു തബിയും കൊടുക്കുക. വലിക്കൊല്ലി ഔലിയും ബാധവോ പിന്നെ ഓരോ കൊല്ലവും എന്ത് ചെയ്യുക സലാസത്തും അർബായും മുസിന്നത്തിൻ പിന്നെ ഒരു മുസിന്നത്തിൻ്റെ 3 ഭാഗവും കൊടുക്കുക. കാലബിന് സുറേജ് ലാഫി നിസാബിക്കൽ ഹൗലി നിസാബിലെ അത് ചേർക്കൂല ഹൗല് ചേർക്കാത്ത പോലെ ഫലാ എനാക്കിദുൽ ഹൗലു അലൽ അശ്രി എത്തിമ്മ ഹൗലു സലാസീന വയസ്തനിഫു ഹൗലു ജമീ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഫലാ എനാക്കിദുൽ ഹൗലു അലൽ അശ്രി 10 മാത്രം പ്രത്യേക ഒരു ഹൗല് ഉണ്ടാവില്ല ഒരു പ്രത്യേക വർഷം കഴിയൂല. എത്തിമ്മ ഹൗലു സലാസീൻ 30ൻ്റെ കൊല്ലം അവിടെ കഴിയുന്ന വരെ ഈ 10 അവിടെ ഫ്രീ ആയിട്ട് കിടക്കും. ഫയസ്തനിഫു അങ്ങനെ 30ൻ്റെ ഹൗൽ അവിടെ ആയാൽ അത് മുതൽ പുതിയതായി തുടങ്ങും ഹൗലുൽ ജമീ. 30 + 10 40ൻ്റെ ഹൗല് എന്നർത്ഥം. ഇനി ഫലവിദ്ദാൽ മാലിക്കു നിതാജ ബാദൽ ഹൗലി ശ്രദ്ധിക്ക. മാലിക് പറഞ്ഞു ഈ കുട്ടി ഉണ്ടായത് ഈ കൊല്ലം തയഞ്ഞതിൻ്റെ ശേഷമാണ്. ഒരു 10, 15, 20 കുട്ടികളുടെ വിചാരിച്ചോളി. അപ്പോൾ മാലിക് പറയുകയാണെങ്കിൽ 10 കുട്ടികളും 11 കുട്ടികളെയും പ്രസവിക്കപ്പെട്ടത് എന്തിൻ്റെ ശേഷമാണ് ഹൗലിൻ്റെ ശേഷമാണ്. അങ്ങനെ ശ്രദ്ധിക്കുക അവനെ അത് വാസ്തവീകരിക്കണം. അവൻ പറഞ്ഞത് സത്യമാണെന്ന് അങ്ങനെ അംഗീകരിക്കണം. ഇല്ലാന്നല്ല അസ്ല അതം മൂജൂദി കബുലോ കാരണം ആ കുട്ടികളെ ഹൗലിൻ്റെ മുമ്പുണ്ടെന്നുള്ളതിന് എന്തില്ല തെളിവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. ഫൈന് തുഹിമ ഇനി ഓൻ പറഞ്ഞതിൽ നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഹലിഫ് അവനെ സത്യം ചെയ്യപ്പെടണം. അപ്പോൾ ഇബാറത്ത് റോദത്തി വാസ്ലിയ ഫൈന് തഹമഹോ സായി ഹലഫോ സായിക്ക് അവന് തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യണം അവന് സത്യം ചെയ്യിപ്പിക്കാം. അവൻ ഫിൽമറവാദ ഫിറോദത്തി ആഹർ അതുപോലെ തന്നെ മാറലോ പിന്നെ റൗദൽ ഇതെന്ത് ചെയ്യുന്നു അത് കിതാബ് കിസ്മു സദക്കാത്തിൻ്റെ അവസാനത്തിൽ റൗദൽ ഈ സംഗതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വക്കാല എന്നിട്ട് അവിടെ റൗദൽ പറഞ്ഞു ഇന്നൽ യമീന മുസ്തഹിബത്തും ബിലാ ഖിലാഫിൻ സത്യം ചെയ്യുക എന്നുള്ളത് ഖിലാഫില്ലാത്തതിൻ്റെ സുന്നത്തുള്ള സംഗതിയാണ്. ഫിയാദല്ലതി ലാ യുഖാലിഫു ളാഹിറ ളാഹിറിനോട് എതിരാവാത്ത വിഷയങ്ങളിൽ മുസ്തഹിബത്തുൻ അത് സുന്നത്തുള്ളതുമാണ്. വക്കീല വാജിബത്തുൻ അവർ കീലേണ്ടത് അത് വാജിബത്താണ് സത്യം ചെയ്യുക എന്നുള്ളത്. ലോയറിനോട് എതിരാവാത്ത വിഷയങ്ങളിൽ സത്യം ചെയ്യുക എന്നുള്ളത് എന്താണ് സുന്നത്തുള്ളതാണ്. അതിൽ കീഴേണ്ടത് വാജിബത്താണ്. വിമാ യുഹാലിഫ് ലോയറ ലോയറിനോട് എതിരാകുന്ന വിഷയങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വിഷയം എന്താ വെച്ചാൽ ഈ മാലിക് പറയാണ് ഈ കുട്ടി ഉണ്ടായത് കൊല്ലത്തിൻ്റെ ശേഷമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സാധ്യത ഉണ്ടല്ലോ ലോയറിനോട് എതിരായതൊന്നുമല്ലല്ലോ. അപ്പോൾ അത് സുന്നത്താണ് എന്നുള്ളത്. പിന്നെ നിർബന്ധമാണ് ലോയറിനോട് എതിരാകുന്ന വിഷയത്തിൽ. കൗലി കുന്തു ബീത്തുൽ മാലഫി അസ്നായി ലോലി സമ്മസ്തരയത്തു അവൻ പറയണത് ഞാൻ ഈ മുതലൊക്കെ കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ വിറ്റിരുന്നു പിന്നെ വാങ്ങിക്കാണ്. ഒത്താമോ സായിഫി താലിക്ക് ആ വിഷയത്തിൽ സായിക്ക് അവനോട് തെറ്റിദ്ധാരണയായി. ഹലിഫു അപ്പോൾ എന്ത് ചെയ്യണം സത്യം ചെയ്യിപ്പിക്കണം. പിന്നെ വക്കാല ഫൈൻ കുൽനാൽ യമീൻ മുസ്തഹിബത്തുൻ ഫംതന മിൻഹ ഫലാ സിയാലി. എന്നിട്ട് റൗദയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞു സുന്നത്താണ് ഈ സത്യം ചെയ്യാന്നുള്ളത്. എന്നിട്ട് ഓനെ സത്യം ചെയ്യണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫലാ സിയാലി അവനക്ക് ഒന്നും കൊടുക്കേണ്ടതൊന്നുമില്ല. വയില്ല അങ്ങനല്ല. അതായത് ആൾക്കാണെങ്കിൽ എന്നിട്ട് സത്യം ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഓൻ്റെ അടുത്ത് എന്ത് ചെയ്യുക സക്കാത്തിൻ്റെ മുതലെടുക്കുക. ലാബിന് കൂലി ഓനത് സത്യം ചെയ്യാൻ മടിച്ചതുകൊണ്ടല്ല സത്യം ചെയ്തില്ല വെച്ചിട്ട് ഓൻ്റെ അടുത്ത് നിന്ന് എടുക്കാതൊക്കെ അങ്ങനെയില്ല. ബൽ ബി സബബിക് സാബിക്ക് മുമ്പ് പറഞ്ഞ
കാരണം കൊണ്ടാണ്. അതായത് എന്ത്, അതായത് റൗലയിൽ പറഞ്ഞ ഇബാറത്താണല്ലോ, അതിൽ ആ ഒരു കാരണം കൊണ്ട്. അപ്പോൾ ഏതായാലും അത് എന്ത് എണ്ണ എത്തിയെന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, എടുക്കണം എന്നർത്ഥം അല്ലേ. ഇനി ഓരോ സാല മിൽക്ക് ഹൂഫിൽ ഹൗലി, അവൻ്റെ മിൽക്ക് കൊല്ലത്തിൻ്റെ ഇടയിൽ പോയാൽ ബി വൈന ഓരി ഫാദ ബിഷറാൻ ഓരി, അതായത് ഓനത് വിറ്റു പിന്നെ അത് വാങ്ങി, അങ്ങനെ ഓ വാതല മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ആട് വേറെ കൊടുത്തു, അവൻ്റെ അടുത്തുള്ള ആട് ഞാൻ വാങ്ങി, കൈബിലും ബീബിലും ബിനോയി നാഹറ കൈബിലും ബി വക്കരി, ഒട്ടകത്തിന് വാങ്ങിയതോ അല്ല ഒട്ടകത്തിന് പകരം പശു വാങ്ങിയോ, അങ്ങനത്തെ കേസുകൾ വന്നാൽ നിസ്തനഫൽ ലവലു അവിടെ മുതൽ വീണ്ടും കൊല്ലം തലക്കുന്നു തുടങ്ങും. ലിംഗിതായ ലവലി ഒന്നാമത്തോടെ മുറിഞ്ഞു പോയി ബിമാ ഫാലോ അവൻ ചെയ്തതുകൊണ്ട് വൈൻ കസദബിയിൽ ഫിറാറമെന സക്കാത്തി, അതുകൊണ്ട് സക്കാത്തിൽ നിന്ന് ഓടുകയാണെന്ന് വിചാരിച്ചാലും സംഗതി അവിടെ കാക്കളും ദൈവം മുറിഞ്ഞ് വൽ ഫിറാറ് മിന്ന മക്രൂൻ, സക്കാത്തിൽ നിന്ന് ഓടുക എന്നുള്ളത് കറാത്താണ്. വക്കീല ഹറാമിന് ചെയ്യലേ ഹറാമാണ് എന്നുള്ള കീലയും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് രണ്ടാമത്തെ ഷർത്ത് പറയാം.